നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വന്മഴ ചുരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലിച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്നെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ഒക്കെയും മണൽമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു. അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിലെ അവസാന വാക്യങ്ങളാണ് നാം വായിച്ചത്. യേശുവിൻ്റെ വചനങ്ങൾ അഥവാ ന്യായപ്രമാണ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് ജീവിതമാകുന്ന വീട് പണിയുന്നവനാണ് ബുദ്ധിമാൻ. അവൻ നിത്യം സ്വർഗത്തിൽ വസിക്കാനിടയാകും. യേശുവിൻ്റെ വചനങ്ങൾക്ക് പകരം മറ്റെന്ത് അടിസ്ഥാനത്തിൽ ജീവിതമാകുന്ന വീട് പണിയുന്നവരായാലും അവർ ബുദ്ധികെട്ടവരായിരിക്കും. അവർ നിത്യ നരകത്തിൽ കഴിയേണ്ടി വരും. മോശയിലൂടെ ദൈവം നൽകിയ ന്യായപ്രമാണത്തിലെ ഓരോ കൽപ്പനയെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന അധികാര സ്വരത്തിൽ ഞാൻ പറയുന്നതാണ് അതിൻ്റെ ശരിയായ വ്യാഖ്യാനം, അതനുസരിച്ച് ജീവിക്കുന്നവരാണ് സ്വർഗാവകാശികൾ എന്നാണ് യേശു പറഞ്ഞത്. വാസ്തവത്തിൽ ഒരു കൂട്ടം ആളുകൾ വളരെ അത്ഭുതത്തോടെ, ആശ്ചര്യത്തോടെ, വളരെ സന്തോഷത്തോടെ യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തെങ്കിലും യഹൂദ മത നേതാക്കളായ പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരുമൊക്കെ യേശുവിനെ സംശയിക്കുകയും തെറ്റിദ്ധരിക്കുകയും ഉപദ്രവിക്കുവാൻ അല്ലെങ്കിൽ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തുകയുമാണ് ഉണ്ടായത്. കാരണം ന്യായപ്രമാണം ദൈവം കൽപ്പലകയിൽ എഴുതി മോശയ്ക്ക് നൽകി. അങ്ങനെ അവർക്ക് ലഭ്യമായതാണ്. ദൈവം സീനായ് മലയിൽ പ്രത്യക്ഷപ്പെട്ട് കാഹളനാദത്തോടെ, ഇടിമിന്നലോടെ, കൂരിരുട്ടോടെ, ഭൂമികുലുക്കത്തോടെ ഒക്കെ ദൈവം പ്രത്യക്ഷപ്പെട്ട് നൽകിയത് അവർ നേരിട്ട് കണ്ടതുമാണ്. അങ്ങനെ അവർക്ക് ലഭിച്ച, അവർ ആചരിച്ചു പോരുന്ന ആ ന്യായപ്രമാണമല്ല പാലിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഉപദേഷ്ടാക്കൾ പഠിപ്പിക്കുന്ന വ്യാഖ്യാനമല്ല ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ഒരു 30 വയസ്സുകാരൻ, ഒരു തച്ചുപണി ചെയ്ത് ജീവിച്ചവൻ, ഒരു തച്ചൻ്റെ മകനായിട്ട് വളർന്നവൻ, പ്രത്യേകിച്ചൊരു വേദപഠനശാലയിലും അഭ്യസനം നേടാതിരുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന, ഒരു സമ്പത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ നേട്ടമോ ഇല്ലാത്ത ഒരാൾ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരാൾ പറഞ്ഞു നടക്കുകയാണ് ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും, ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകും എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ യഹൂദ മത നേതാക്കളെ സംബന്ധിച്ച് എളുപ്പമുള്ള ഒരു കാര്യം അല്ല. യഹൂദമതം ഉൾപ്പെടെ സകല മതങ്ങളെയും അവയുടെ ഉപദേഷ്ടാക്കളെയും യേശു തള്ളിക്കളയുകയാണ്. അതിൻ്റെ അർത്ഥം ന്യായപ്രമാണം നൽകിയ യഹോവയെ തള്ളിക്കളയുന്നു എന്നല്ല. ന്യായപ്രമാണം നൽകിയ യഹോവ താൻ തന്നെയാണ് എന്ന് സമർത്ഥിക്കുകയാണ്. മോശ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണം. മോശ അദൃശ്യ ദൈവത്തിൽ നിന്ന് കേട്ടാണ് ഇത് പറഞ്ഞത്. അദൃശ്യ ദൈവത്തിൻ്റെ ദൃശ്യമായ വെളിപ്പാടാണ് ഞാൻ എന്നാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. യഹൂദന്മാർക്ക് നൽകപ്പെട്ട ന്യായപ്രമാണങ്ങളെ നേതാക്കൾ തെറ്റായി പഠിപ്പിച്ചത് കൊണ്ട് ദൈവമായ യേശു ശരിയായി പഠിപ്പിക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്, മറിച്ച് ന്യായപ്രമാണം പാലിക്കാൻ അത് പഠിപ്പിച്ചിരുന്ന യഹൂദ നേതാക്കൾക്ക് പോലും സാധിക്കാതിരുന്നപ്പോൾ മനുഷ്യൻ ഭാവിയും ഒരു രക്ഷിതാവിൻ്റെ സഹായം ആവശ്യമുള്ളവനും ആണെന്ന്
തെളിയിക്കാൻ മാത്രമുള്ളതായിരുന്നു ന്യായപ്രമാണം. ദൈവമായ യേശു യഹൂദർക്കും യഹൂദ ഇതരർക്കും വേണ്ടി അതിന് ശരിയായ അർത്ഥം പഠിപ്പിക്കുക മാത്രമല്ല, ആ ശരിയായ അർത്ഥം പാലിക്കാൻ പര്യാപ്തമായ ഒരു ഘടന, ഒരു മാനസിക ഘടന, ഒരു ശാരീരിക ഘടന തന്നെ വിശ്വസിക്കുന്നവർക്ക് നൽകുക കൂടിയാണ് ചെയ്തത്. മനുഷ്യന്റെ ഘടനയ്ക്ക് മാറ്റം വരുത്താൻ സൃഷ്ടാവിനെ കഴിയും. യേശു സൃഷ്ടാവായ ദൈവമായതുകൊണ്ടാണ് ഒറ്റവാക്കിന് വെള്ളത്തെ വീഞ്ഞാക്കിയത്, കടലിന്റെ മീതെ നടന്നത്, കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തിയത്, മത്സ്യങ്ങളെ കടലിൽ നിന്ന് അകറ്റിയത്, ഇണങ്ങാത്ത കഴുതപ്പുറത്ത് സഞ്ചരിച്ചത്, ഒറ്റ വാക്കിൽ അത്തിമരത്തെ ഉണക്കിയത്, മരിച്ചവരെ ഉയർപ്പിച്ചത്. ഇതെല്ലാം യേശു സൃഷ്ടാവായ ദൈവമാണ് എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു. ആ സൃഷ്ടാവായ ദൈവമായ യേശു നമ്മുടെ ഘടനയ്ക്ക് മാറ്റം വരുത്തുകയാണ്. തന്നെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് ദൈവവചനം ശരിയായ അർത്ഥത്തിൽ അനുസരിക്കാനുള്ള ആ പ്രാപ്തി ഉണ്ടാകുകയാണ്. അതാണ് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം. മനുഷ്യരെല്ലാം പാപത്തിൻ്റെ അടിമകളാണ്. എന്നാൽ ആ പാപത്തെ ജയിക്കാൻ ഉള്ള ശക്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഘടന യേശു നൽകുകയാണ്. മനുഷ്യന് ന്യായപ്രമാണം അനുസരിച്ച് സ്വർഗാവകാശിയാകാൻ കഴിഞ്ഞിരുന്നില്ല, അതിനോട്ട് കഴിയുകയുമില്ല. ന്യായപ്രമാണത്തിൻ്റെ ഉപരിപ്ലവമായ വാക്യങ്ങൾ മാത്രമാണ് ദൈവം നൽകിയത്. എന്നാൽ അതിൻ്റെ കാതൽ ഉൾപ്പെടെ, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾപ്പെടെ യേശു പഠിപ്പിക്കുക മാത്രമല്ല, അത് പ്രമാണിക്കുവാൻ തന്നെ വിശ്വസിക്കുന്നവർക്ക് അത് പ്രമാണിക്കാൻ വേണ്ട ഘടനാ വ്യത്യാസം പുതിയ സൃഷ്ടികളാക്കി യേശു അവരെ മാറ്റുകയാണ്, ദൈവമക്കളാക്കി അവരെ മാറ്റുകയാണ്. അപ്പോൾ അപ്പൻ്റെ മോഹങ്ങളെ, പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യാനായിട്ട് അവർക്ക് തീർച്ചയായിട്ടും ഏതൊരു ആൾക്കും, യഹൂദന് മാത്രമല്ല പ്രജാതികൾക്കും തീർച്ചയായിട്ടും സാധിക്കും. മനുഷ്യന്റെ ഘടനയ്ക്ക് മാറ്റം വരുത്താൻ വന്ന സൃഷ്ടാവായ ദൈവമാണ് യേശു എന്ന് വിശ്വസിച്ച് തന്നെ അനുസരിക്കുന്നവരാണ് ന്യായവിധിയെ ജയിച്ച് നിത്യം നിലനിൽക്കുന്നത്. അതിന് പകരം മനുഷ്യന്റെ ഉപദേശങ്ങൾ, യഹൂദൻ്റെതായാലും മറ്റു മതങ്ങളുടേതായാലും രാഷ്ട്രീയ പാർട്ടികളുടെ ആയാലും സാമൂഹിക പരിഷ്കർത്താക്കളുടെ ആയാലും അല്ലെങ്കിൽ ഐതിഹ്യങ്ങൾ, കെട്ടുകഥകളായാലും അതൊക്കെ അനുസരിച്ചാണ് തങ്ങളുടെ ജീവിതമാകുന്ന വീട് പണിയുന്നതെങ്കിൽ വൻമഴ ചൊരിയും, നദികൾ പൊങ്ങും, കാറ്റടിക്കും. അതാണല്ലോ നോഹയുടെ കാലത്ത് സംഭവിച്ചത്. തീർച്ചയായിട്ടും കാറ്റൊന്ന് മാറി വീശിയാൽ, സാഹചര്യം പ്രതികൂലമായാൽ അവര് മഹാപാപത്തിന്റെ അടിമകൾ ആകാൻ സാധ്യതയുണ്ട്. മരണം പിടിച്ചാൽ നരകത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ബുദ്ധിമാന്മാരായി, എന്താണ് ബുദ്ധി? പഴയ നിയമം പറഞ്ഞത് ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. യേശു പറയുകയാണ്, ആ ദൈവം മനുഷ്യനായ എൻ്റെ വചനങ്ങളെ നിങ്ങൾ അനുസരിക്കാനായി, എന്നെ ദൈവമായി വിശ്വസിച്ച് ആരാധിക്കാനായി തയ്യാറായാൽ തീർച്ചയായിട്ടും ന്യായവിധിയിൽ നിങ്ങൾ മുങ്ങിപ്പോകുകയില്ല. നിങ്ങൾ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ നിത്യമായി ജീവിക്കാനിടയായി തീരും. ഇതായിരുന്നു ഗിരിപ്രഭാഷണത്തിന്റെ അവസാനത്തിൽ യേശു പറഞ്ഞത്. ഗിരിപ്രഭാഷണയൊക്കെ വാനോളം പുകഴ്ത്തുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ട്, പണ്ടുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അവർക്കൊന്നും യേശു ദൈവത്തിന് മനുഷ്യാവതാരമാണ് എന്ന് മനസ്സിലാക്കാനായി സാധിച്ചിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു തൻ്റെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എല്ലാം താൻ ആരാണ് എന്ന് പറയുകയാണ് ഉണ്ടായത്. യേശു പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്. മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ, രക്ഷാമാർഗം ഒരുക്കാൻ വന്നവനാണ്. ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആ യേശുവിൻ്റെ മേൽ ജീവിതം പണിയുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.